ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ചായ കുടിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ എവിടേക്കാണ് പോകുന്നത് പറഞ്ഞാൽ ഗുരുവായൂരിക്കാണ്. ഇപ്പോൾ നമ്മുടെ കൂടെ ആരോ ഉള്ളത് പറഞ്ഞാൽ നമ്മുടെ ബാംഗ്ലൂരിൽ എണ്ണം വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് വട ഉണ്ട് ഗൈസ്. വണ്ടി അവിടെ ഉണ്ട്. നമ്മൾ ഗുരുവായൂർക്ക് പോകണം. ഇപ്പോൾ വണ്ടി പൂജിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ ഇപ്പോൾ തൃശ്ശൂരെത്തി. ഇപ്പോൾ തൃശ്ശൂർ വടക്കുന്നതിൻ്റെ അമ്പലം കുറച്ചൊരു 100-200 മീറ്റർ തന്നെ ഉള്ളൂ. ഇപ്പുറത്ത് മാറി നിന്നിട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഗുരുവായൂരെത്തിയിട്ട് അടുത്ത വിശേഷങ്ങൾ. നമ്മൾ ഗുരുവായൂരെത്തിയിട്ട് വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് പൂജ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ നടയിലാണ്. അപ്പോൾ അമ്പലനടയിൽ നമ്മൾ സാധനം കിറ്റ് വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഏട്ടനും കൂടി ഉണ്ട് വണ്ടി പൂജയ്ക്ക്. അപ്പോൾ വണ്ടി രണ്ടും ഇവിടെ പാർക്ക് ചെയ്തു. ഇപ്പോൾ പാർക്കിങ്ങിനാണ് കുറേ വണ്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പൂജയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഇനിയിപ്പോൾ അമ്പലത്തിൽ പോകണം. തൊഴുതിട്ടില്ല, വണ്ടി പൂജ ചെയ്തു തന്നെ ഉള്ളൂ. ഇനിയിപ്പോൾ ഉള്ളിൽ പോയി തൊഴുതിട്ട് വരാം. അവിടെ ക്ലോക്ക് റൂമിൽ മൊബൈലൊക്കെ വെക്കണം. അപ്പോൾ ഉള്ളിൽ അലൗഡല്ല. അപ്പോൾ നമുക്ക് കുറച്ച് വീഡിയോ കാണിച്ചു തരാം. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. വണ്ടി പൂജിക്കുന്നതിൻ്റെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ലേ, അപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. നടയിൻ്റെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മളിതാ നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല കല്യാണമായിട്ട് നല്ല തിരക്കൊക്കെ ഉണ്ട്. കല്യാണത്തിൻ്റെ തിരക്കാണ് അവിടെ. കല്യാണത്തിൻ്റെ ഇപ്പോൾ 2-3 കല്യാണം കഴിഞ്ഞ് കുറേ പേര് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നല്ല തിരക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ ഹെൽമെറ്റ് എടുത്തിട്ട് അപ്പോൾ ക്ലോക്ക് ഇപ്പോൾ ഹെൽമെറ്റ് ക്ലോക്ക് റൂമിൽ വെക്കാൻ വേണ്ടി പോകുന്നത്. അതാണ് ക്ലോക്ക് റൂം. ഇപ്പോൾ കണ്ണൻ ക്ലോക്ക് റൂമിൽ ഹെൽമെറ്റ് വെക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഫോണും കൊടുത്തിട്ട് ഇനിയിപ്പോൾ വന്നിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമുക്ക് ഇപ്പോഴാണ് ഫോൺ കിട്ടിയത്. ഇത്ര നേരം ക്യൂവിലാണ് വന്നിട്ട് ഉള്ളവരാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ കൂട്ടുകാരൻ്റെ പേരെന്താണ്? സുരാജാണ്. അപ്പോൾ നമ്മൾ ഇത്ര നേരം ഇതാണ് വരി. ഞങ്ങൾ നിൽക്കുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് നല്ല ഇതുണ്ടായിരുന്നു. ഇവിടെ തൊട്ട് തുടങ്ങിയതാണ് ഗൈസ്. ഇപ്പോഴാണ് കഴിഞ്ഞത്. ഓക്കെ ഗൈസ്, നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഇനിയിപ്പോൾ ബീച്ചിൽ ചിലപ്പോൾ ചാവക്കാട് ഇവിടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ പോവുകയാണ്. ഇത്രയും തിരക്ക്. ഇനിയും ദൈവത്തിന് കാണാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ചാവക്കാട്, ചിലപ്പോൾ ചാവക്കാട് പോകും നോക്കാൻ കഴിയും. അപ്പോഴും അരങ്ങേറ്റം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫ്രണ്ടിലത്തെ വ്യൂ വേണ്ടി പോയപ്പോൾ അതെന്താ കംപ്ലൈൻ്റ് ആണ് പറഞ്ഞിട്ട് പറഞ്ഞു. ഇപ്പോൾ ഓപ്പൺ ആയിട്ട് ഗൈസ്. ഇതാണ് ഫിൽറ്റർ കോഫി. തിരക്കൊക്കെ ഉണ്ട്. നമുക്ക് അതിനുള്ളതില്ല. അത് കംപ്ലൈൻ്റ് ആയ മെഷീൻ ഉണ്ടെങ്കിലാണ് ഫിൽറ്റർ കോഫി വരുള്ളൂ. പിന്നെ വാങ്ങി കേസ്. ഓക്കെ, നമ്മുടെ ചേച്ചീൻ്റെ കുട്ടിക്ക് ഇപ്പോൾ ഇതാണ് കളിപ്പാട്ടം വാങ്ങിയിരിക്കുന്നത്. ഡോക്ടർ കളിപ്പാട്ടം, ഡോക്ടർ സെറ്റ്. ഓക്കെ, അല്ലേ? ഇതാണ് ഫ്രണ്ട് പൊസിഷൻ. തൃശൂർ പൂത്തോളിൽ നിന്ന് വന്ന സുജാ ഹരിലാൽ ക്ഷേത്രത്തിലോ ക്ഷേത്ര പരിസരത്തോ ഉണ്ടെങ്കിൽ കിഴക്കേ ഗോപുരത്തിൽ എത്തിച്ചേരുക. റെഡിൽ കാത്തു നിൽക്കുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ഒരു ആനക്കുട്ടി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണല്ലേ. ഇതിൻ്റെ ഉള്ളിൽ പൂജ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു 5 ആനയും കൂടി ഉള്ളിലുണ്ട്. അവിടെയാണ് പാർക്കിംഗ് ഏരിയ. നമ്മളപ്പോൾ അവിടെ ബൈക്ക് അവിടെയാണ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അത് എടുക്കണം നേരെ ചാവക്കാട് ബീച്ച്. ഓക്കെ, ചാവക്കാട് പോകാൻ വേണ്ടി നിന്നപ്പോൾ വണ്ടിയൊക്കെ അവിടെ നിർത്തി. നല്ല മഴ പെയ്തു കഴിച്ചു. ഇപ്പോൾ ഇത്തിരി കമ്മിയായിട്ടുണ്ട്. നമ്മുടെ ആൾക്കാർ 2 ആൾ കണ്ടാ. നമ്മൾ നേരെ ചാവക്കാട്. ഓക്കെ കഴിച്ച് ചാവക്കാട് പോകാം. ATM ഇവിടെ കണ്ട മഴ വന്നപ്പോൾ നമ്മൾ നിന്നാണ്. അപ്പോൾ ചാവക്കാട് പോകാം. വരെ അങ്ങനെ നമ്മൾ ബീച്ചെത്തി ചാവക്കാട്. വണ്ടിയൊക്കെ അവിടെ ഡ്രോപ്പ് ആക്കിയിട്ട് നടന്നുകൊണ്ടിരിക്കണം. വൈബ് എന്താണെന്ന് നമ്മൾ കാണിച്ചു തരാം. നല്ല തിരക്കൊക്കെ ഉണ്ട്. നമുക്ക് എന്താണ് അവിടെ പോയിട്ട് വിശേഷം നോക്കാം. കുറേ നാൾക്ക് മുമ്പ് വന്നാണ്. ഇപ്പോഴെപ്പോഴാണ് വണ്ടി കാറുകളൊക്കെ ഇവിടെ നിർത്തുന്നത്. മീനൊക്കെ അവിടെയാണ് കച്ചവടം. മീനിൻ്റെ കച്ചവടം ഇവിടെ കുറേ ബോട്ടുകളൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ മണലിക്ക് അങ്ങനെ ഇറങ്ങി. കടലതാ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. എന്താ വൈബ് അല്ലേ?
നമുക്ക് എന്തായാലും ഒന്ന് പോയി ഫ്രണ്ടിൽ പോയിട്ട് വൈബ് എന്താണെന്ന് നോക്കാം. ഇതാ ബോട്ട് പോകലാമാ കടലേക്ക്. നല്ല കാറ്റ് അപ്പോ നല്ല കാറ്റുണ്ട്. വൈബാണല്ലോ ആൾക്കാർ ഇഷ്ടംപോലെ ആൾക്കാർ പറഞ്ഞു നോക്കോ പനി പിടിച്ചിട്ട് പോവാ. കാണാൻ എന്താ വെള്ളത്തേക്ക് ഇറങ്ങി. അതാ ഒരു ബോട്ടുണ്ട് അവിടെ. ബോട്ടല്ലേ തോണിയാണ്. ഫ്രഷ് മീൻ ഇറക്കിക്കൊണ്ടിരിക്കുന്നതാ അവിടെ. വേറെ ബോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മീൻ അവിടെ ഇറക്കുന്നത്. അവിടെ നല്ല കച്ചവടമാണ്. നല്ല കച്ചവടമാണ്. കേൾക്കില്ല വേണോ കൈസ്. അങ്ങനെ നമ്മളെ ഇറങ്ങിയതാ കട. എങ്ങനെയുണ്ട് വൈബ്? ചാവക്കാണതാ ഒരേ വൈബ് പറഞ്ഞിട്ടുണ്ട്. മായ തിന്നില്ല. അപ്പം പൈനാപ്പിൾ നിന്ന് വീഡിയോ എടുക്കാൻ മറന്നു. പിന്നെയാണ് അതിൻ്റെ സൂപ്പറായിട്ട്. അവിടെ അവൻ തിന്നുകൊണ്ടിരിക്കുന്നു. ക്ലൈമറ്റ് നോക്കും. നേരെ വീട്ടിലേക്ക്. ഓക്കെ, നമ്മൾ തൃശ്ശൂരെത്തിയപ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്കാൻ പറ്റും. ഇങ്ങനെ ചായ കുടിക്കാൻ പറ്റും. ഇന്നിപ്പോൾ ഇതാ 100 രൂപ പാസ്സാക്കി. എൻ്റെ കളഞ്ഞു. പിന്നെ ഇതാ ഒരു പരിപ്പ് വട, ഒരു കേക്ക് ആണ്. വണ്ടി ഇതാ നമ്മളവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ വീഡിയോ ഇല്ല. ഇതിപ്പോൾ വൈൻഡപ്പാണ്. ഇനി നേരെ വീട്ടിൽ എഡിറ്റ് ചെയ്യണം, ഇടണം. അത്രയാണ്. ഓക്കെ, ബൈ ഗൈസ്.